നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ രാഗി നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. രാഗി അതൊക്കെ അന്ന് നമ്മള് പോലീസുകാരോട് പറഞ്ഞതല്ലേ. അതുകൊണ്ട് ദിയമോൾക്കും യൂണിഫോം നേരത്തെ എടുത്ത് തയ്ക്കാൻ കൊടുക്കണം. വന്ദന ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. സുചിത്രേ, നീയുള്ളത് കൊണ്ട് ആ കാര്യത്തിലൊക്കെ എനിക്ക് നല്ല വിശ്വാസ. വന്ദനയുടെ ഒരു കുറവും അറിയിക്കാതെയാ നീ ദിയമോളെ നോക്കുന്നത്. എന്നാലും വന്ദനയെ കാണാത്തതിന്റെ വിഷമം ദിയമോക്ക് നന്നായിട്ടുണ്ടമ്മേ. കയ്യിൽ എണ്ണ വീണമ്മേ, പൊള്ളി കേറി. എന്തൊരു വേദനയാ നോക്കട്ടെ. എന്താ നല്ല വേദന. എന്താ ഒരു ബഹളം കേട്ടെ? നീ എന്തിനാ കരഞ്ഞത്? നിന്റെ കൈക്കെന്താ പറ്റിയേ? ചേട്ടാ കൈയൊന്ന് പൊള്ളി. സൂക്ഷിക്കണ്ടേ മോളെ? എവിടെ കൈയൊന്ന് കാണട്ടെ. നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടല്ലോ. ചെന്ന് മരുന്നിട്ട് കൊടുക്ക. ഒരു ശ്രദ്ധയുമില്ല ഒരു കാര്യത്തിലും നിനക്ക്. കുറച്ചു നേരെങ്കിലും വെറുതെ ഇരുന്നൂടെ? മാധവേട്ട, എനിക്കെന്തോ പേടി തോന്നുക. ആ സ്വാമിജി പറഞ്ഞതൊക്കെ സത്യമാവുക. പെട്ടെന്ന് വിവാഹത്തിന് ശേഷമുള്ള ആചാരങ്ങളൊക്കെ പൂർത്തീകരിച്ചില്ലെങ്കിലേ തീ കൊണ്ടുള്ള ദുർമരണങ്ങൾ ഉണ്ടാവുന്നോ പറഞ്ഞത്. അതിന്റെ ഒരു സൂചനയായിരിക്കും ഇത്. അന്ധവിശ്വാസത്തിന്റെ പഴങ്കെട്ട് അഴിച്ചു തുടങ്ങി. ഒന്ന് നിർത്തുന്നുണ്ടോ? പ്രകാശ, സ്വാമിജിയുടെ പ്രവചനെ തെറ്റാറില്ല. മാധവേട്ട, ഇനി വൈകിക്കണ്ട. വന്ദനയുടെ വിവാഹത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളെല്ലാം പെട്ടെന്ന് നടത്തണം. കൊള്ളാം. കല്യാണം അവര് പറഞ്ഞില്ല, ഇനി ചടങ്ങുകൾ നടത്താത്തതിന്റെ കുറവേ ഉള്ളൂ. പ്രകാശ, ചന്ദ്രിക പറയുന്നതിലും കാര്യമുണ്ട്. വിവാഹം കഴിഞ്ഞുള്ള ചടങ്ങുകൾ നടത്തണം. സുത്രേ, നീ വാ. ഇവിടെ നിന്നാലേ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും. കൈ പൊള്ളിയാലും കാല് ചൊറിഞ്ഞാലും എല്ലാം ദുശകരങ്ങളാണല്ലോ. വാ. മാധവേട്ട, പ്രകാശം പറയുന്നതൊന്നും കാര്യാക്കണ്ട. വിരുന്നിന് എന്തായാലും വന്ദനയും ജഗനയും കുറുപ്പിന്റെ വീട്ടിൽ പോയി നമുക്ക് ക്ഷണിക്കണം. ഇനി വൈകിക്കണ്ട. കുറുപ്പിന് അതൊക്കെ ഇഷ്ടാവൂ? ഫോണിൽ വിളിച്ചാ പോരെ? അത് പോരെ മാധവേട്ട. ആചാരങ്ങൾ അതുപോലെ തന്നെ നടത്തണം. മാധവേട്ടൻ ഇതിന് എതിർപ്പ് പറയരുത്. ശരി, നിന്റെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ. ഹലോ, വീട്ടിലാടോ? ഏയ്, 2 ദിവസമായിട്ട് നടക്കാനൊന്നും ഇറങ്ങുന്നില്ല. ആ എന്താ രാഗി, എന്തു പറ്റി? എന്താ നിന്റെ മുഖത്തൊരു സങ്കടം? ഏയ് ഒന്നുമില്ല. ഏയ് അതല്ല, എന്തോ ഉണ്ട്. പ്ലീസ് എന്നെ കുറച്ചു നേരം ഒന്ന് വെറുതെ വിടുവോ? രാഗി, നീ എന്താ ഇങ്ങനെ? എന്തുണ്ടെങ്കിലേ എന്റെ അടുത്ത് പറ.
ഞാൻ അതിന് പരിഹാരം കണ്ടെത്താം. എന്ത് പരിഹാരം കണ്ടെത്താന്നാ? ഞാനൊരു പെണ്ണ, എനിക്കുണ്ട് ചില ആഗ്രഹങ്ങളൊക്കെ. രാഗി, നിന്റെ ഏത് ആഗ്രഹമാണ് ഞാൻ സാധിച്ചു തരാത്തെ? ഒരു പെണ്ണിന്റെ ആഗ്രഹം സ്വത്തും പണവും ആഭരണങ്ങളൊന്നുമല്ല. പിന്നെ ഒരു കുഞ്ഞ്. ഒരു കുഞ്ഞിന്റെ അമ്മയാവുക എന്നുള്ളതാ ഏതൊരു സ്ത്രീയുടെ ആഗ്രഹം. രാഗി, അറിയാം, ഒരു കുഞ്ഞിനെ പ്രസവിക്കാനാകാത്തത് സാഗറിന്റെ കുറ്റമായിരിക്കില്ല. ചിലപ്പോ അത് എന്റെ കുറ്റമായിരിക്കും. എന്നാലും എനിക്കത് സഹിക്കാനാവുന്നില്ല. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലമായിരിക്കും അല്ലേ സാഗറെ? രാഗി, വേണ്ട. അമ്മയും രാജീവേട്ടനും ജീവിച്ചിരുന്നപ്പോ അവരുടെ വിലയൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ തികച്ചും ഒറ്റപ്പെട്ടു പോവാ. അമ്മയുടെ ഏട്ടന്റെ മരണം ഒരു സാധാരണ മരണമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. എന്താ രാഗി നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. രാഗി, അതൊക്കെ അന്ന് നമ്മള് പോലീസുകാരോട് പറഞ്ഞതല്ലേ? അന്വേഷിക്കുകയും ചെയ്തു. എന്നിട്ട് ആ ഡ്രൈവറെ പിടികിട്ടിയോ? ദേ, നീ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് ടെൻഷൻ ആവണ്ട. അതല്ല സാഗറെ, അന്നത്തെ ആ അപകടത്തിൽ അമ്മയും ഏട്ടനും മരിച്ചിട്ടും ദീമോളെ ജീവനോടെ വിട്ടത് നമുക്ക് മക്കളില്ലാത്ത കുറവ് നികത്താനായിരിക്കും അല്ലേ സാഗറെ? ഞാൻ എന്താ അത് അറിയാതെ പോയത്? എനിക്കെന്റെ ദീമോളെ വേണം. വേണം. അല്ലെങ്കിലും ദിയെ കൂടെ നിന്നാലേ അവള് വളരുമ്പോ ആ സ്വത്തെല്ലാം നമ്മുടെ കയ്യിൽ വന്ന് ചേരും. സാഗർ എന്താ പറഞ്ഞത്? ഹേയ്, ഒന്നുമില്ല. ദിയ രാഖിയുടെ ഏട്ടന്റെ രക്തം. അവള് വളരേണ്ടത് നിന്റെ കൂടെയാ, നിന്റെ കൂടെ മാത്രം. ദിയമോളെ ഏത് വിധേനയും ഞാൻ സ്വന്തമാക്കും. അതിന് ഞാൻ ഏതറ്റം വരെയും പോവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.